രാവിലെ സമയം എത്രയെന്ന് പറയും മിറായ? മിറായനെ കൊണ്ട് ഇതാണ് രാവിലത്തെ കോലം. ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മൾ സിനിമ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാവിലെ 2:30. രാവിലത്തെ 2:30 2 മണിയോ അല്ല 12:30. പക്ഷെ ഉറങ്ങിയപ്പോഴേക്കും ഉറങ്ങി വന്നപ്പോഴേക്ക് 2:30 ആയിരുന്നു. മിറായ കരച്ചിലായിരുന്നു. മിറായനെ ഞാൻ 2:30 വരെ നോക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗിവപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മുവിൻ്റെ കയ്യിലേക്ക് എന്നെ കൊച്ചിനെ കൊടുത്തു. അല്ലേ മീരു ഇന്നലെ കരഞ്ഞോ? കുഞ്ഞു ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ? നീയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇൻചാർജ്? ഞാനാണോ നീയാണോ? ഞാൻ ചായ ഉണ്ടാക്കാം. റെഗുലർ ദോശ. മിറായിക്ക് എന്താ വേണ്ടേ? മിറായുടെ പാപ്പ എന്താ? ഡഗി. പുട്ട് വേണ്ട കുഞ്ഞു? പുട്ട് ഭയങ്കര പാടല്ലേ? എനിക്ക് പക്ഷെ പുട്ട് കഴിക്കണം മൂടില്ല. ദോശ വരെ എനിക്ക് മടുക്കാറില്ല. ഇന്ന് ഉപ്മാവായാലോ? പക്ഷെ ഉപ്മാവിന് പഴമില്ല. പഴം വാങ്ങിക്കാനാണെങ്കിൽ 11 മണി വരെ വെയിറ്റും ചെയ്യണം. ഇവിടെ സാറ്റർഡേ സൺഡേ ഷോപ്സ് മിക്കെന്നല്ല എല്ലാ ഗ്രോസറി ഷോപ്സും രാവിലെ 11 മണിക്ക് തുറക്കുള്ളൂ. സാറ്റർഡേ 7 മണിക്കോ അല്ലേ 8 മണിക്കോ തുറക്കും. സാറ്റർഡേ കുറച്ചുകൂടി ഏർലിയർ തുറക്കും. പക്ഷേ സൺഡേ 11 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഈ സൺഡേ എന്തെങ്കിലും ഗ്രോസറി അത്യാവശ്യമായിട്ട് ഒരു പാല് വേണമെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പാല് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫ്യൂൾ സ്റ്റേഷൻസ് അല്ലേ, അതിനവിടെ സെർവോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവോസിൽ നിങ്ങൾക്ക് പോയ പാല് കിട്ടും. കുഞ്ഞു ചിലപ്പോൾ അവിടെ പഴവും കിട്ടും. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നാ. പാല് കിട്ടാൻ വേറൊരു സ്ഥലം മെക്ഡോണൾഡ്സാണ്. ഇവിടുത്തെ മെക്ഡോണൾഡ്സിൽ നിങ്ങൾക്ക് ആക്ച്വലി പാല് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ പഴം വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല അല്ലേ? ഓക്കെ, പത്തിരി മുട്ടക്കറിയാവാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസ് വർക്ക്സിൽ പോകണ്ട്. ഓഫീസ് വർക്ക്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറല്ല, ഈ സ്റ്റേഷനറിയും ഓഫീസ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന, ഈ പ്രിൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ. ഞാൻ അപ്പോൾ അവിടെ പോകും. അതെ, പക്ഷെ വ്ളോഗിൽ ഓർഗാനിക് ആയിട്ടുള്ള വരണം. അത് ഓർഗാനിക് ആയിട്ട് വരണം. ഞാനതിങ്ങനെ ചോദിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കായിരുന്നു ഗൈസ്. പക്ഷേ ഓഫീസ് വർക്ക്സിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓഫീസ് വർക്ക്സിൽ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഓഫീസ് വർക്ക്സിൽ പോകുന്നതിനേക്കാളും മുന്നേ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു. കെമിസ്റ്റ് വെയർ ഹൗസ്. ഇത് ഫാർമസി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഫാർമസീനേക്കാളും കൂടുതൽ ഇത് കോസ്മെറ്റിക് ഐറ്റംസ് ആണെങ്കിലും കുളിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും കിട്ടുന്നൊരു സ്ഥലം. ഉള്ളിൽ കയറിയിട്ട് ബ്ലോഗ് എടുക്കട്ടെ. ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. മാവയ്ക്കുള്ള ക്രീമും ഷാമ്പുവും മരുന്നുകൾ, പെർഫ്യൂംസ്, എല്ലാം ബ്രാൻഡഡ് പെർഫ്യൂംസ് ഇവിടെ കിട്ടും. അല്ല, പക്ഷെ ചിലവർ പറഞ്ഞിട്ട് കെമിസ്റ്റിലെ പെർഫ്യൂം ഒന്നും ഒറിജിനൽ അല്ലെന്ന്. പക്ഷേ എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കുഞ്ഞു എടുക്ക്. സോറി, സുക്കിൻ. ഇത് കുഞ്ഞു ഡവ് ഉണ്ട്. ഡവ് ഇത് ബോഡി വാഷാണോ? ബോഡി വാഷ്. നമ്മൾ സാധാരണ ഈ ബോഡി വാഷൊക്കെ കോൾസ് നിന്നാണ് വാങ്ങിക്കാറ്. കോൾസാണ് നമ്മുടെ ഇവിടുത്തെ ലുലു പോലത്തെ സാധനം. ലുലു അല്ല, നമ്മുടെ മൂലൻസ്, നാട്ടിലത്തെ മൂലൻസ്,
പിന്നെന്തായിരുന്നു കുഞ്ഞു നാട്ടിൽ വേറെ ഏതൊക്കെ ഷോപ്പിംഗ് ഇതൊക്കെ ഉള്ള ബിഗ് ബസാർ അങ്ങനത്തെ സ്ഥലമാണ് ഈ വൂളീസും കോൾസ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിതൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഞെട്ടും. ഇതാണ് നമ്മൾ ഒന്ന് പിടിച്ച്, ഇതാണ് നമ്മൾ കെമിസ്റ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. കുറച്ച് ബോഡി വാഷ്, ടൂത്ത് പേസ്റ്റ്, ഇവളുടെ കുറച്ച് മേക്കപ്പിൻ്റെ, മിറായൻ്റെ കുറച്ച് ഷാമ്പൂവും ഇതൊക്കെ. മൊത്തം ആയത് $180. അതായത് നാട്ടിലത്തെ നിയർലി ഒരു 10,000 രൂപ. 10,000 രൂപയ്ക്ക് നമ്മളിപ്പോൾ ബോഡി വാഷും ടോയ്ലറ്ററീസ് മാത്രം വാങ്ങിച്ചിട്ട് വന്നു. 10,000 രൂപ ചിലവാക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നേക്കാം. നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ കോൾസ് ആൻഡ് വൂളീസിനൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഗ്രോസറി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ സ്പട്ട് ഷെഡിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ലോ, സ്പട്ട് ഷെഡിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വൂളീസിന് നമ്മളിപ്പോൾ ഒരാഴ്ച $200, അതായത് 10,000 രൂപ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ $150 അതിൻ്റെ ഇരട്ടി നമുക്ക് സ്പട്ട് ഷെഡിൽ നിന്ന് സാധാരണ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇരട്ടി ഇല്ലെങ്കിലും കുറച്ചുകൂടി കൂടുതൽ നമുക്ക് സ്പട്ട് ഷെഡിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതാണ് സ്പട്ട് ഷെഡ്. ഇത് എന്താ കുഞ്ഞു ആ 2 ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ടോണി ഗലാറ്റി ബ്രോസ് എന്നാണോ? ഈ 2 പേര് തുടങ്ങിയ സെറ്റപ്പാണിത്. അപ്പോൾ അവർ ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ നമ്മൾ ഈ കോൾസ് ആൻഡ് വൂളീസിലൊക്കെ കാണുന്ന കുറേ ഗ്ലോബൽ ബ്രാൻഡ്സ് ഒക്കെ ഇല്ല, അതൊന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. എന്താ കുഞ്ഞു? കേടായെന്ന് തോന്നുന്നു. അതെടുത്തോ. എന്തായാലും ഞാൻ ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബില്ല് എത്രയെന്ന് കാണിച്ചു തരാം. അല്ലേ, ഇതും ഒരു 10,000. നമുക്ക് സാധാരണ വീക്കെൻഡിലൊക്കെ 10,000 ആവാറില്ലേ? നമ്മളൊരു മാസം ഗ്രോസറിക്ക് 40,000 സ്പെൻഡ് ചെയ്യാണ്ട് കേട്ടോ, ജസ്റ്റ് ഗ്രോസറി. പിന്നെ എനിക്കറിയാം എല്ലാവരും, എനിക്ക് മനസ്സിലാത്ത വേറെ കാര്യം, ഇവിടെ നിങ്ങൾക്കറിയാലോ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല. ഇവിടെ ടോയ്ലറ്റ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ടോയ്ലറ്റ് പേപ്പേഴ്സിൽ എന്തിനീ പട്ടിയുടെ ഫോട്ടോ ഉള്ളതെന്നാണ്. ഇതിനി പട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ക്യൂട്ടാവാൻ വേണ്ടിയാണോ? എന്തായാലും പട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആർക്കറിയാം. ഇതെന്തത്? ഇത് ഒറിജിനലാ? ഇതെന്താ ഈ ചെടിയുടെ പേരെന്താ? ഇതിന് പേരുണ്ടാവൂലോ. എന്താ അതിന്റെ പേര്? ഇവിടെ ഈ ബണ്ണിങ്സിൽ നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ബണ്ണിങ്സിൽ ഇവർ ഈ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വയ്ക്കാൻ തുടങ്ങിയിട്ട്. ആർട്ടിഫിഷ്യലും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? കുഞ്ഞു ഇതൊക്കെ ഇത് കൊടുത്താലോ? ഇത് ബാക്ക് യാർഡിൽ വെക്കാം. നമുക്കൊരു ബാക്ക് യാർഡിൽ ഒരു ഗാർഡൻ തന്നെ കൊള്ളാല്ലേ? ഇപ്പം എന്തായാലും ഇനി ഞാൻ എല്ലാം ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എത്രയായെന്ന് പറയാം. കുഞ്ഞു ഞാൻ എന്താ നീ കേട്ടോ? ഓക്കെ ഗൈസ്, ലെറ്റ് മീ ടേക്ക് കൺട്രോൾ. ഇനി ഞാൻ ഓഫീസ് വർക്ക്സിൽ പോയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഓഫീസ് വർക്ക്സിൽ പോകണം. ഇനി പോകണ്ട, നമ്മൾ വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയിട്ട് ലഞ്ച് നമുക്ക് ഉണ്ടാക്കണം. ഇവളും അമ്മയും സിനിമയ്ക്കും പോകും. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയും മരുമോളും കൂടി അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ സിനിമയും എൻജോയ് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ അമ്മേനെ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ കുറച്ചുകൂടി ഇവളുടെ കൂടെ സിനിമ കാണുമ്പോഴേക്ക് എൻജോയ് ചെയ്യാൻ എന്നെക്കാളും കൂട്ടും. വെയിറ്റ് ചെയ്യും വണ്ടി. അപ്പോൾ ഇഫ് ഐ ഡോണ്ട് സീ യു ഗൈസ് അഗൈൻ, ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. സീ യു ഗൈസ്, ബൈ.